لا تنساني ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് പറയുന്നു, ഉമറേ, നീ നിന്റെ ദുആയിൽ എന്നെ കൂടെ ഓർക്കണേ ഉമറേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ആരാ പറയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിളിച്ചിട്ട് പറയുന്നത്, ഉമറേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, നിന്റെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ, അവിടുത്തെ കണ്ണുകൾ നിറയുകയാണ്. നബിയേ, ഞാൻ ആരാണ് നബിയേ? ഈ ഉമറിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി കടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് മുത്തുനബി പറഞ്ഞു, ഉമറേ, നീ പോകുന്ന മണ്ണിന് വല്ലാത്ത മഹത്വമുണ്ട്, നീ പോകുന്ന കഅബയ്ക്ക് വല്ലാത്ത മഹത്വമുണ്ട്. ആ കഅബയുടെ ചുറ്റുഭാഗത്ത് പല സ്ഥലങ്ങളിൽ ദുആ ചെയ്താൽ ദുആയിക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. 11 സ്ഥലങ്ങൾ മഹാന്മാര് എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധമായ കഅബാലയം, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ, അള്ളാന്റെ കഅബാലയമുണ്ടല്ലോ, ഇന്ന് വരെ പായിപ്പാട് പള്ളിക്കകത്തിരുന്ന് നിസ്കരിക്കുമ്പോ നേരെ നിന്ന കഅബാലയം, ജീവിതത്തിൽ ഫോട്ടോയിലല്ലാതെ ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലാത്ത കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയം നിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമ്പോ, സുബ്ഹാനല്ലാഹ്, അത് മനസ്സിനും അനുഭൂതി എന്നറിയുമോ? ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ നേരെ ചെന്ന് ആ കഅബാലയം തന്റെ കണ്ണിന്റെ മുന്നിൽ ആദ്യമായിട്ട് കാണുമ്പോ, ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കഅബാലയം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമ്പോ നിനക്ക് വേണോ എന്തു ചോദിച്ചാലും അല്ലാഹ് തരാമെന്നാ പറഞ്ഞത്. തന്റെ കണ്ണുകൊണ്ട് കഅബാലയം ഇങ്ങനെ കാണുമ്പോ കൊണ്ടുപോകുന്നവര് പറയും, ഒളിഞ്ഞു നോക്കല്ലേ. കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് പറയുമ്പോ കണ്ണുയർത്തിയാൽ മതി, നല്ലതുപോലെ കണ്ടുകൊണ്ട് ചോദിക്ക്. കാരണം ഒരവസരമേ ഉള്ളൂ, ഒരു ചാൻസേ ഉള്ളൂ. അത് അല്ലാഹു വരം പോലെ ഓരോ മനുഷ്യനും കൊടുത്തിരിക്കുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കഅബാലയം കാണുമ്പോ റബ്ബിനോട് എന്ത് ചോദിച്ചാലും തരും. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ ദുആ ചെയ്താൽ, മഖാം ഇബ്രാഹിമിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്താൽ, ഹിജ്ർ ഇസ്മായിലിനകത്ത് കയറി ദുആ ചെയ്താൽ, സ്വർണ്ണപ്പാത്തിയുടെ നേരെ താഴെ നിന്നുകൊണ്ട് ദുആ